ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. കാര്യം എനിക്കിന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ചെറിയൊരു മഴക്കാറുണ്ട്, എന്നാൽ അത്രമാത്രം അമ്മ ഇവിടെ കാര്യമായിട്ടുള്ള പണിയിലാണ്. കാരണം എനിക്ക് പോകണം, അതുപോലെ അച്ഛന് പണിക്ക് പോകണം, മാമിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അടുക്കളയിൽ ഇത് ഭയങ്കരമായിട്ടുള്ള തിരക്കാണ്. അച്ഛൻ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോയിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് പുറത്തോട്ട് പോണ കാഴ്ചയാണിത്. ഇനിയിപ്പോൾ കടയിലൊക്കെ പോയി ഒന്ന് പതുക്കെ വരുള്ളൂ. രാവിലത്തെ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ബഹളമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കേട്ടത്. ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിൽ വരുന്ന കുറേ ആൾക്കാരാണ്. അണ്ണാനും കിളികളും ഒക്കെ അവർക്കുള്ള ഫുഡാണ് ആ ചെറിയൊരു കല്ലിൻ്റെ മുകളിൽ സ്ഥിരമായിട്ട് അച്ഛനും അമ്മയും വെച്ച് കൊടുക്കുന്നത്. അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മലരും ചോറും അതുപോലെ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് കേട്ടോ. മരുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കവറിൽ ഇത് ഇത്രയും ബാക്കിയുണ്ട്. ടോട്ടൽ 10 ഉണ്ടല്ലോ. ആകെ ഇനിയിപ്പോൾ 3 4 ഒക്കെ ആയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനും ആമിക്കുട്ടിയും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കാരണം എപ്പോഴാണ് ഏട്ടൻ വരിക എന്ന് പറയാൻ പറ്റില്ല. അതിന് മുന്നേ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് റെഡിയാക്കി വെക്കണം. പിന്നെ ദോശയും ചമ്മന്തിയാണ് കേട്ടോ. ഇത് രണ്ടും എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ, ദോശയും ചമ്മന്തിയും. പിന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ക്യാനിലൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ശരിക്കുള്ള പ്രോബ്ലം എന്ന്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ചെവിയിൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ആ സൈഡിൽ വെച്ചിട്ട് എനിക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു സൈഡ് മാത്രമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വായ വല്ലാണ്ട് ഇങ്ങനെ തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ ജോയിൻസിലൊക്കെ നല്ല പെയിന് വരും. ഒരുവിധം ചായയൊക്കെ കഴിച്ച് എണീറ്റപ്പോഴത്തേനും ഏട്ടൻ കടയുടെ അവിടെ എത്തിയിട്ട് വിളിച്ചിട്ട്. കാരണം നമ്മൾ ഈ ഭാഗത്തേക്ക് വണ്ടി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും റോഡിലേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ അങ്ങോട്ട് പകുതി വഴി വരെ ഏട്ടൻ എന്നെ തെരഞ്ഞു വന്നതാട്ടോ. അതാ പോണു. രാവിലെ ആയത് കാരണം കൊണ്ട് തന്നെ റോഡിലൊന്നും അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അത് ഏകദേശം കുറ്റിപ്പുറം എത്താനായിട്ടുണ്ട്. ഒരു 8:30 ആകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. കാരണം രാവിലെ 8:30 വെച്ചാലാണ് രാത്രി 8:30 ആകുമ്പോൾ നമുക്ക് വരാനായിട്ട് പറ്റുള്ളൂ. വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് ചോദ്യം പറച്ചിലൊന്നുമില്ല. നമ്മളെ ലിസ്റ്റുകളും മെഡിസിനും എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കാര്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇത് കറക്റ്റായിട്ട് ഒരു അരമണിക്കൂർ പിടിക്കാറുണ്ട് കേട്ടോ. പക്ഷെ കയ്യിൽ നീര് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്തെയും കൂടി ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാനുല ഇതിന്ന് മാറ്റി അപ്പുറത്തെ കയ്യിലേക്ക് വെക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏട്ടൻ ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. പോകുമ്പോൾ ചെറുതായിട്ട് മഴക്കാറൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ചായ ഒന്നും കുടിക്കാണ്ടാണ് രാവിലെ വന്നത്. അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ച് പതുക്കെ. പിന്നെ എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ ആളും കൂടി ഉണ്ട് കേട്ടോ. അതാ മുടിയൊക്കെ കെട്ടിത്തരാണ്. കാരണം കയ്യിൽ ക്യാനുലുള്ള കാരണം കൊണ്ട് നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുടിയൊന്നും കെട്ടാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് കെട്ടി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതാ പിന്നീട് വന്ന് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളുടെ മുടി കെട്ടി കൊടുക്കുമ്പോൾ വേദനിച്ചതിനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ പകരം വീട്ടിൽ നിന്ന് എനിക്ക് തോന്നി. കാരണം ആകെ പിടിച്ച് വലിച്ച് ആകെ അലങ്കോലമാക്കിയിട്ടുണ്ട്. വെറുതെ പറഞ്ഞതാട്ടോ. കാരണം പറ്റണ പോലെ അവളതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വന്നിട്ടുണ്ട്. നല്ലൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് എനിക്ക്. ഹോസ്പിറ്റലിൽ എങ്ങാനും അഡ്മിറ്റ് ആവേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാഗിൽ ഒരുപാട് ബുക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരാഴ്ച വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിൽ തകഴിയുടെ ബുക്കൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞതാട്ടോ. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നുള്ള ബുക്ക്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ബുക്കൊക്കെ വായിക്കാനായിട്ടിരുന്നു. കാരണം ഈ 2 കൈയും വെച്ചിട്ട് ഇനി വേറെ പ്രത്യേകിച്ച് എനിക്കൊരു പണിയും ചെയ്യാൻ വയ്യല്ലോ. എങ്ങനെയെങ്കിലും സമയമൊക്കെ പോകണ്ടേ. കുറേ നേരം ഫോൺ യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ വായിക്കലൊക്കെ കഴിഞ്ഞിരുന്നു. ഉറക്കത്തിൽ പെട്ടപ്പോഴാണ് പുറത്തുനിന്ന് അമ്മയുടെ ഒക്കെ സൗണ്ട് കേട്ടത്. മഴ ചാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പാടത്ത് കൊക്കല്ലാതെ വേറൊരു വലിയൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം കൊക്കിൻ്റെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ പെട്ടെന്ന് അത് പറന്നുപോയി. ഇത് കണ്ടില്ലേ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വായിക്ക് വലിയ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിലുള്ള അച്ചാറും കുപ്പിയുടെ അച്ചാറൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് എനിക്ക് തരികയാണ്. കുറച്ച് നേരമൊക്കെ എനിക്കൊരു ആശ്വാസം കിട്ടി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഒരു പനി പിടിച്ചപ്പോഴൊക്കെ നമ്മളെ വായ ഉണ്ടാവില്ല, അതുപോലെ ഒരു മാസം സ്കൂളിൽ പോകാതെ മടി പിടിച്ചിരിക്കുന്ന ആൾക്ക് ഇന്ന് എന്തെങ്കിലും പണി കൊടുക്കേണ്ടത്. അമ്മ ഇന്ന് ഒരുപാട് മുരിങ്ങയുടെ ഇല പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആമിക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഏതായാലും വെറുതെ ഇരുന്ന് ടി വി കാണില്ലേ, കുറച്ച് നേരം അതൊക്കെ നന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ദേഷ്യം പിടിച്ചിട്ടാണെങ്കിലും ആൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അത് മാത്രമൊന്നുമല്ല കേട്ടോ നടക്കുന്നത്, മൾട്ടി ടാസ്കിങ് ആണ്. ടി വി കാണുന്നതിൻ്റെ ഒപ്പമാണ് ആൾ ഈ പണി കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ചൊക്കെ ഉപ്പേരി. അതിൻ്റെ ഇടയിലാണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് 2 പേര് വന്നത്, സായുട്ടനും അച്ഛനും അമ്മയും. സായുട്ടൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ എൻ്റെ അനിയത്തി. സായുട്ടനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കയറി വന്നപ്പോൾ ആദ്യം നല്ല ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ആൾ റെഡി ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കലും കളിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ 3 പേരും കൂടിയിട്ട് പോവുകയാണ്. കാരണം ചാച്ചുവിനെ കൊണ്ടുവരാണ്ടാണ് വന്നിട്ടുള്ളത്. അവനിന്ന് സ്കൂളിലാണല്ലോ. അപ്പോൾ അവനെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല പോകുന്നുള്ള കാര്യം. അത് കഴിഞ്ഞപ്പോൾ ഞാനും മാമിയും കൂടിയിട്ട് നേരിട്ട് ചോറ് കഴിക്കാനായിട്ടിരുന്നു. മീൻകറി, മീൻ വറുത്തതും ഉപ്പേരി ഉണ്ടായിരുന്നു. ഉപ്പേരി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ രാവിലെ മുതൽ അമ്മ പറയുണ്ടായിരുന്നു തലയിൽ കുറച്ച് എണ്ണയൊക്കെ ഇട്ടായിരുന്നു. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ പുറം പൊളിയും. കാരണം കുറേ വട്ടം പറഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഞാൻ ഒറ്റ കയ്യും വെച്ചിട്ട് ഈ ഗോഷ്ടി കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തല ഉറപ്പാണ്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അമ്മ തേക്കുമ്പോൾ ഒരുപാട് തേക്കും. എനിക്കാണെങ്കിൽ തല കഴുകാനും വയ്യല്ലോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് മുടി മാത്രം ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ തേക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്
വീട്ടിലാണ് തുടങ്ങിയത്. അമ്മ അവിടെ കാര്യമായിട്ട് കുടുംബശ്രീയുടെ കണക്കെഴുത്ത് പണിയിലും വൈകിട്ടായപ്പോഴേക്കും അച്ഛൻ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ ആളുണ്ടെങ്കിലും വലിയൊരു പൊതി കൊണ്ടാണ് വരിക. അതെ ഇന്ന് ചായക്ക് വേണ്ടിയിട്ട് കൊടുന്നതാണ് പരിപ്പ് വടയും അതുപോലെ തന്നെ സമൂസയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ചായ കുടിച്ചു ട്ടോ. ആ സമയത്ത് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതുകൊണ്ട് ചെറിയൊരു കഷ്ണം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് അമ്മ വീഡിയോയിൽ ഇല്ലാതെ കണ്ടില്ലേ മുഖം പൊത്തി പിടിച്ചിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ദാ പിന്നെയും ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി സാധനങ്ങളൊക്കെ എടുത്തു റെഡി ആയിട്ടുണ്ട്. അവിടെ പോയിട്ട് ബാക്കി എന്തായെന്നുള്ള വീഡിയോ എന്നോട് ചോദിക്കരുത്. കാരണം ഫുള്ള് കയ്യിൽ നിന്ന് പോയി. എൻ്റെ കയ്യിലെ ക്യാനുല വലിച്ചൂരി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവൻ പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. നല്ല പെയിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്